ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. അഭിവന്യ തിരുമേനി, വന്യ വൈദിക ശ്രേഷ്ഠരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, വളരെ അധികം സന്തോഷമുണ്ട് ഇന്ന് ഈ ദേവാലയത്തിൽ നിങ്ങളോടൊപ്പം വന്ന് സംബന്ധിക്കുവാൻ. ഇവിടെ വന്നതിലുള്ള ഏറ്റവും വലിയ സന്തോഷം മലങ്കര സഭയിലെ ശിശു സഹോദരന്മാരുടെ നാമത്തിലുള്ള രണ്ടാമത്തെ പള്ളി ഇതാണ്. ഞാനിത് ഇങ്ങോട്ട് പോകുമ്പോൾ കാറിൽ ഇരുന്ന് ഓർക്കുകയായിരുന്നു, ഇവിടെ മെഴുവേലിക്കാർ വല്ലവരും ഉണ്ടോ എന്നെനിക്കൊരു സംശയമുണ്ട്. അവരാരോ ആണിത് രണ്ടാമത്തെ പള്ളി ഇവിടെ ഉണ്ടാക്കിയെന്ന് എനിക്ക് തോന്നിപ്പോയി. ഏതായിരുന്നാലും അങ്ങനെ ഒരു വലിയ അഭിമാനം നിങ്ങൾക്കുണ്ട്. മലങ്കര സഭയിൽ കേരളത്തിലോ കേരളത്തിന് വെളിയിലോ ഇന്ത്യയിലേക്ക് വെളിയിലോ ഒരിടത്തും ഹോളി ഇന്നസെൻസിൻ്റെ നാമത്തിൽ വേറൊരു പള്ളിയില്ല. അത് മെഴുവേലി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വെയിൽസിനാണ് ആ പള്ളി എന്നുള്ളത് വളരെയധികം സന്തോഷവും അഭിമാനവും തോന്നുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ ആന്തരികമായ ക്രമീകരണങ്ങളെല്ലാം വളരെ ഭംഗിയായിരിക്കുന്നു എന്നുള്ളതിൽ നിങ്ങളെ അനുമോദിക്കുകയാണ്. പ്രത്യേകിച്ച് മദ്ബഹ നല്ല സിമ്പിളാണ്, അതേസമയത്ത് ബ്യൂട്ടിഫുള്ളായിരിക്കുന്ന ഒരു ദോഷൂദിശനുണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ മദ്ബഹയുടെ ആർച്ചുകളെല്ലാം മനോഹരമായി കൊത്തുപണികളുള്ളതായിരിക്കുന്ന വുഡ് പാനലിംഗ് നടത്തിയിരിക്കുന്നു എന്നുള്ളതും വളരെയധികം ആകർഷകമായിരിക്കുന്ന ഒന്നാണ് ഈ ദേവാലയത്തെക്കുറിച്ച്. എല്ലാവരെയും കാണാൻ സാധിച്ച ഒരു സന്തോഷമുണ്ട്. ഹോളി ഇന്നസെൻസിൻ്റെ കാര്യം നമുക്കറിയാം. സഭയിലെ വിശുദ്ധന്മാരായിരിക്കുന്നവരാരാണ് എന്ന് ചോദിച്ചാൽ നമുക്കാർക്കും അറിയാൻ പാടില്ല. ദൈവത്തിന് മാത്രമേ അറിയാവുള്ളൂ ആരാണ് വിശുദ്ധനെന്ന്. നമ്മുടെ ചില മാനദണ്ഡങ്ങളൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ ചിലരെ വിശുദ്ധന്മാരായി പ്രഖ്യാപിക്കും. അല്ലാതെ തന്നെ നമുക്കറിയാം, നമ്മുടെ അറിവിലും പരിചയത്തിനുമുള്ള ആളുകളെ നമ്മൾ പലപ്പോഴും ഈസ് എ സെയിൻലി മാൻ എന്ന് നമ്മൾ പറയും, അല്ലെ ഈസ് എ സെയിൻലി വുമൺ എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന പലരും പരിശുദ്ധന്മാരും പരിശുദ്ധകളുമാണ്. അതായത് എനിക്കോ നിങ്ങൾക്കോ അറിയാൻ പാടില്ല. ഹൃദയങ്ങളും അന്തരേന്ദ്രിയങ്ങളും പരിശോധിച്ചറിയുന്ന ദൈവത്തിന് മാത്രമേ അറിയാവൂ ആരാണ് പരിശുദ്ധൻ, ആരാണ് പരിശുദ്ധൻ. എന്നാൽ നമ്മുടെ സഭയിലല്ല, ആദ്യകാലം മുതൽ പരിശുദ്ധന്മാരായി പ്രഖ്യാപിക്കുന്ന ഒരു രീതി നമുക്കില്ലായിരുന്നു. എന്നാൽ അതൊരു 10-16 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടാണ് പാശ്ചാത്യ സഭയിൽ അത് ആരംഭിച്ചു. പിന്നീട് അത് ബൈസന്റൈൻ സഭകളിൽ ഉണ്ടായി, പ്രത്യേകിച്ച് റഷ്യൻ ഓർത്തഡോക്സ് സഭയിലൊക്കെ. വളരെ ലേറ്റായിട്ടാണ് നമ്മുടെ സഭയിൽ ആദ്യമായിട്ട് പരിമല തിരുമേനിയും എൽദോ ബാബ ബസേലിയോസ് ബാബായെയും പരിശുദ്ധന്മാരായി പ്രഖ്യാപിക്കുന്നതിന് ശേഷം വളരെ റീസെൻ്റായിട്ടാണ് പട്ടശ്ശേരി തിരുമേനിയും പ്രഖ്യാപിച്ചത്. അത് അവരിൽ നിന്നുള്ളതായ മധ്യസ്ഥതയിലും അവരുടെ കവറിങ്ങിലുള്ള പ്രാർത്ഥനയിലുമൊക്കെ ആളുകൾക്ക് ലഭിച്ചിട്ടുള്ളതായ അനേക അനുഗ്രഹങ്ങളും അതുപോലെ അവർ മുഖാന്തരം ആളുകൾക്ക് ലഭിച്ചിട്ടുള്ള വലിയ കൃപകളും ഒക്കെയാണ് അതിന് കാരണമായിരിക്കുന്നത്. ഞാനിവിടെ വന്നപ്പോൾ അച്ഛൻ പറയുണ്ടായി, ഈ ദേവാലയം ഇവിടെ ആരംഭിച്ചതിന് ശേഷം അനേകം ആളുകൾ ഈ ദേവാലയത്തിൽ വന്ന് ശിശു സഹോദരന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുകയും അവർക്കെല്ലാം പലതരത്തിലുള്ളതായ അനുഗ്രഹങ്ങൾ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് ഈ ദേവാലയം പലർക്കും അതൊരു തീർത്ഥാടന കേന്ദ്രമായിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അതിനെ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിക്കണമെന്ന് നമ്മോട് ആവശ്യപ്പെടുകയും അഭിവന്യ തിരുമേനി അതിന് ശുപാർശ നൽകുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് അപ്രകാരമുള്ള ഒരു ഡിക്ലറേഷൻ നടത്താനായിട്ടും നാം ആഗ്രഹിക്കുന്നത്. ദൈവം തമ്പുരാൻ്റെ സന്നിധിയിൽ നമുക്കൊക്കെ പരിശുദ്ധന്മാരായി വിളി ലഭിച്ചിട്ടുള്ളവരാണ്. മാമോദീസായിൽ നമുക്കെല്ലാവർക്കും പരിശുദ്ധ മൂറോൻ അഭിഷേകം കൊണ്ട് നമ്മയെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ ആലയമാക്കി തീർത്തിരിക്കുകയാണ്. അതുകൊണ്ട് പരിശുദ്ധനായ പൗലോസ്ലീഹ 1 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 19-20 വാക്യത്തിൽ പറയുന്നത്, പരിശുദ്ധാത്മാവ് വസിക്കുന്ന ആലയമാണ് നിങ്ങളുടെ ശരീരം. 19-ാമത്തെ വാക്യത്തിൽ പറയുന്നതാണ്, പരിശുദ്ധാത്മാവ് വസിക്കുന്ന ആലയമാണ് നിങ്ങളുടെ ശരീരം. അതുകൊണ്ട് ആ മൂറോൻ അഭിഷേകം നടത്തുമ്പോൾ
നമ്മൾ ആ മൂറോൻ കയ്യിലെടുത്തുകൊണ്ട് ആ വൈദികൻ നമ്മുടെ തലയിൽ നെറ്റിയിൽ മൂറോൻ അഭിഷേകം ചെയ്ത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്നയാൾ മുദ്ര കുത്തപ്പെടുന്നു എന്ന് പറയുന്ന മൂറോൻ അഭിഷേകം. ആ മൂറോൻ അഭിഷേകം ചെയ്യുന്നതായ സമയത്ത് നമ്മൾ ചൊല്ലുന്നതായ ഗീതം എന്താണ്? ആ അഹറോനെ പൂശിയ പാവന തൈലത്താൽ ഈ കുഞ്ഞിനെയും ദൈവത്തിൻ്റെ ആലയമായി ശുദ്ധീകരിക്കപ്പെടുന്നു, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമായി ശുദ്ധീകരിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പം നമ്മളെല്ലാവരും പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണ്, ഒരുത്തരുമല്ലാതില്ല. അപ്പോൾ നമ്മൾ മാമോദീസായി ലഭിച്ച പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരം എന്നുള്ള ആ വലിയൊരു സ്റ്റാറ്റസ്, ടെമ്പിൾ ഓഫ് ദി ഹോളി സ്പിരിറ്റ്, ടെമ്പിൾ ഓഫ് ദി ഹോളി സ്പിരിറ്റ് ബിക്കോസ് ഓഫ് ദി അനോയിൻമെൻറ്റ് ബൈ ദി ഹോളി മിറർ, അതാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. എത്ര വലിയ സ്ഥാനമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മളവിടെ ചൊല്ലുന്നത് തന്നെ ഗീതത്തിൽ ചൊല്ലുന്നത് തന്നെ പരിശുദ്ധ സഭയെ, ഈ തങ്കക്കുഞ്ഞാടിനെ നീ ഏൽക്കുക പരിശുദ്ധ സഭയെന്നാണ്. തങ്കക്കുഞ്ഞാടിനെ ഏൽക്കുക, തങ്കം കൊണ്ട് വിശുദ്ധമായിരിക്കുന്ന. പിന്നെ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴത്തേക്ക് നമ്മുടെ മോഹങ്ങളും ആഗ്രഹങ്ങളും അഹങ്കാരങ്ങളും ഒക്കെ കൊണ്ട് നമുക്ക് ആ മാമോദീസ ലഭിച്ചിരിക്കുന്ന പരിശുദ്ധിയുടെ പകിട്ട് അങ്ങ് മങ്ങുകയാണ്. അതൊരിക്കലും നഷ്ടപ്പെടുന്നില്ല. മൂറോൻ അഭിഷേകം കൊണ്ട് ലഭിച്ചിരിക്കുന്ന ആ പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരം എന്നുള്ളത് അതിൻ്റെ പകിട്ട് നഷ്ടപ്പെടുന്നില്ല. നമ്മൾ സാധാരണ പറയുമല്ലോ, നല്ല വീട് പണിതാലും ഇവിടെ അങ്ങനെ ഉണ്ടെന്ന് തോന്നില്ല. പക്ഷേ നാട്ടിലൊക്കെയാണ് നമ്മൾ നല്ല വീട് പണിതാലും കുറേ വർഷം കഴിയുമ്പോഴത്തേന് പൂപ്പലും പായലും ഒക്കെ പിടിച്ച് അതാകെ വൃത്തികേടാവും അല്ലേ? പിന്നെയും നമുക്ക് ശുദ്ധീകരിക്കണം, അതെല്ലാം വെടിപ്പാക്കി വീണ്ടും പെയിൻ്റ് അടിക്കണം. അതെല്ലാം പരസ്യത്തിലൊക്കെ നമ്മൾ കാണുന്നതാണ്. ഇതുപോലെ നമ്മൾ പാപം ചെയ്ത് കഴിയുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ചിന്ത കൊണ്ടോ സംസാരം കൊണ്ടോ പ്രവർത്തനം കൊണ്ടോ, പാപചിന്തകളോ പാപപ്രവർത്തനങ്ങളോ പാപ സംസാരങ്ങളോ ഒക്കെ ഉണ്ടായിക്കഴിയുമ്പോൾ നമ്മുടെ ആകുന്ന ഈ പരിശുദ്ധാത്മാവിൻ്റെ ശരീരത്തിന് മുഴുവനും പൂപ്പലും പായലും പിടിക്കുകയാണ്. അങ്ങനെ പൂപ്പലും പായലും പിടിച്ചാൽ അതങ്ങനെ അങ്ങ് നശിച്ചു പോകാൻ നമുക്ക് വിട്ടുകൊടുക്കാനൊക്കെയില്ല. ഏത് വീടാണെങ്കിലും പൂപ്പലും പായലും പിടിച്ചാൽ ഇപ്പം നമ്മളതെല്ലാം കഴുകി വൃത്തിയാക്കി വീണ്ടും പെയിൻ്റ് അടിക്കും, അതിനെ വീണ്ടും ശുദ്ധീകരിക്കും. അതിനാണ് കുമ്പസാരം എന്ന് പറയുന്നത്. കുമ്പസാരം എന്ന് പറയുന്നത് ഈ പൂപ്പലും പായലും കളയുക. പൂപ്പലും പായലും ഒക്കെ എനിക്കിത് പിടിച്ചു, നമ്മൾ തന്നെ പറയുക, ഇന്ന കാര്യങ്ങൾ കൊണ്ട് എൻ്റെ ജീവിതത്തിൽ പൂപ്പലും പായലും ഒക്കെ പിടിച്ചുപോയി. അതുകൊണ്ട് കർത്താവേ, നിൻ്റെ ശരീരരക്തങ്ങൾ കൊണ്ട് എന്നെ കഴുകണം. അതാണ് വിശുദ്ധ കുർബാന നമുക്ക് കൊടുക്കുന്ന സമയത്ത് നമ്മൾ പറയുന്നത് എന്താ? കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനുമായിട്ട് സത്യവിശ്വാസികളായ ദാസർക്ക് ഈ തീക്കട്ട നൽകപ്പെടുന്നു. അപ്പോൾ ഈ പൂപ്പലും പായലും എല്ലാം മാറ്റി നമ്മെ വീണ്ടും വിശുദ്ധീകരിക്കാനായിട്ട് കൊടുക്കുന്നു. ആ വിശുദ്ധിയിൽ തന്നെ നമ്മൾ അവസാനം വരെ ജീവിക്കണമെന്നാണ് ദൈവം പ്രതീക്ഷിക്കുന്നത്, സഭ പ്രതീക്ഷിക്കുന്നത്. ആ വിശുദ്ധിയിൽ അവസാനം വരെ ജീവിക്കാൻ സാധിച്ചവരെന്ന് നമുക്ക് ബോധ്യമാകുന്നവരെയാണ് നമ്മൾ പരിശുദ്ധന്മാരെന്ന് പ്രത്യേകം വിളിക്കുന്നത്. അതുകൊണ്ട് പരിമല തിരുമേനിയോ അല്ലെങ്കിൽ എൽദോമാർ ബസേലിയോസിനോ ദിവന്നാസ്യോസ് തിരുമേനിയോ അല്ലെങ്കിൽ നമ്മൾ ഈവറീസായതായോ ആകന്യോ അറിയാവിനോ ഒക്കെ നമ്മൾ നടക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ ലഭിച്ചതായ പരിശുദ്ധി നഷ്ടപ്പെടാതെ ജീവിതാവസാനം വരെ കാത്തു സൂക്ഷിച്ചു. അങ്ങനെയുള്ളവരെയാണ് നമ്മൾ പരിശുദ്ധന്മാരെ പ്രത്യേകം വിളിക്കാതിരിക്കാൻ നോക്കുകയില്ലാതെ അവരെ അങ്ങ് വിളിക്കുകയാണ്. ഇപ്പം നമ്മളെ കണ്ട എല്ലാവരും പരിശുദ്ധമെന്ന് വിളിക്കുകയില്ല, കാരണം നമ്മളെ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് അതേസമയത്ത് പരിമല തിരുമേനിയോ മറ്റുള്ളവരെ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് അത് പരിശുദ്ധരെന്ന് വിളിക്കാതിരിക്കാൻ നോക്കുകയില്ല. അതുകൊണ്ട് അങ്ങനെയുള്ളവരെയാണ് നമ്മൾ പരിശുദ്ധന്മാരെന്ന് പ്രത്യേകം നാമകരണം ചെയ്യുന്നത്. അങ്ങനെ ആണെങ്കിൽ പോലും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പുറമേ അങ്ങനെ പലതരത്തിലുണ്ടെങ്കിലും ദൈവമാണ് ഹൃദയങ്ങളെ അറിയുന്നത്. ആ ദൈവം നമ്മളെല്ലാം പരിശുദ്ധിയിൽ വസിക്കും. എന്നാൽ പരിശുദ്ധന്മാരുടെ പെരുന്നാളുകൾ നമ്മൾ ആചരിക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ ഓർത്തിരിക്കണം. ഒന്നാമത്, നമുക്ക്
പരിശുദ്ധി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കിരീടം പ്രാപിക്കാനുള്ള യോഗ്യതയെന്ന് പറയുന്നതാണ്. ദൈവത്തിൻ്റെ കിരീടം, ദൈവത്തിൻ്റെ കിരീടം സ്വർഗരാജ്യത്തിൽ നമുക്ക് പ്രാപിക്കുന്നതാണ്. അതിൻ്റെ ഒരു മുന്നാസ്വാദനം നമുക്കൊക്കെ കിട്ടുന്നുണ്ട്. എപ്പോഴാണെന്ന് പറയാമോ? നിങ്ങൾ പറയട്ടെ, എപ്പോഴാണ് നമുക്ക് ആദ്യം കിരീടം കിട്ടുന്നത്? കണ്ടോ? അങ്ങനെ ചോദിച്ചപ്പോൾ മനസ്സിലായി. എന്തോ കിട്ടുന്നേ? മാമോദീസയുടെ സമയത്ത് കുഞ്ഞിൻ്റെ തലയിൽ ഒരു കിരീടം വെക്കുന്നുണ്ട്. എന്ത് കിരീടമാണ്? എന്തോ ഒരു കിരീടം വെക്കുന്നുണ്ട്. അതെന്താണ് പ്രതീക്ഷിക്കുന്നത്? സ്വർഗരാജ്യത്തിൽ പ്രാപിക്കാനുള്ള കിരീടത്തിൻ്റെ സിമ്പലാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു മുന്നാസ്വാദനം, എ പ്രീ ടേസ്റ്റ് ഓഫ് ദി ക്രൗൺ വിച്ച് വി ആർ ഗോയിങ് ടു ഹാവ് ഇറ്റ് ഇൻ ദി സെക്കൻഡ് കമ്മിങ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അപ്പോൾ ആ കിരീടമാണ് നമുക്ക് ലഭിക്കുന്നത്. ആ കിരീടമാണ് നമ്മുടെ വിശുദ്ധിയുടെ അടയാളം. ആ കിരീടത്തിലേക്ക് നമ്മൾ പോകുന്നു. അതിനാണ് പൗലോസ്ലീഹ പറയുന്നത്, ഞാൻ നല്ല പോർ പൊരുതു, അല്ലേ, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി മുടഞ്ഞു വെച്ചിരിക്കുന്നു. അത് നീതിയുള്ള ന്യായാധിപതിയിൽ നിന്ന് അന്ന് ഞാൻ പ്രാപിക്കും. മാത്രമല്ല അവിടെ പറയുന്നത് എന്താണെന്നറിയാമോ? എനിക്ക് മാത്രമല്ല, അവനിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ. അപ്പം ഞാൻ ഓട്ടം പൊരുതി വിശ്വാസം കാത്തു എനിക്ക് കിരീടം കിട്ടുമെന്നല്ല. അത് പരിശുദ്ധനായ പൗലോസ്ലീഹ നേരത്തെ പറയുന്നുണ്ട്, കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നുണ്ട്, നമ്മളെ ഓർപ്പിക്കുന്നുണ്ട്, ഓട്ടക്കളത്തിൽ ഓടുന്നവർ പലരാണ്. അതുകൊണ്ട് ഒരാളിന് മാത്രമേ വിരുദ് പ്രാപിക്കുന്നുള്ളൂ. വിരുദെന്ന് പറഞ്ഞാൽ എന്താ? മലയാളത്തിലെ വിരുദെന്ന് പറയുമ്പോൾ പ്രൈസ് എന്നേ ഉള്ളൂ. പ്രൈസ്, സമ്മാനം. 10 പേര് ഓടിയിട്ട് ഒരാൾ മുന്നേ വന്നു കഴിഞ്ഞാൽ ആ ആളിനാണ് പ്രൈസ് കിട്ടുക. അതാ വിരുദെന്ന് പറയുന്നത്. പ്രൈസ് കിട്ടുന്ന ഒരാളിനേ ഉള്ളൂ. അപ്പോൾ പിന്നെ എന്നെ എടുക്കണ്ടേ? പ്രൈസ് കിട്ടിയ ഒരാളിന് പ്രൈസ് കിട്ടിയ അതിനിപ്പം നമ്മൾ ഓടണോ? അങ്ങനെയല്ല പൗലോസ്ലീഹ പറയുന്നത്. നമ്മുടെ നാട്, നമ്മുടെ വലിയ മിൽഖാ സിംഗിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലേ? ഓട്ടക്കാരനായിരുന്നു. അതുപോലെ തന്നെ PT ഉഷയെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. ഓട്ടക്കാരിയായിരുന്നു. ഒളിമ്പിക്സിലൊക്കെ സമ്മാനം മേടിച്ചു. PT ഉഷ ആദ്യം പോയി ഒളിമ്പിക്സിൽ ഓടിയിട്ടാണോ കിട്ടിയത്? അല്ല, പല പ്രാവശ്യം ഓടി തോറ്റുപോയതാണ്. പല പ്രാവശ്യം ഓടി തോറ്റുപോയി. അത് കഴിഞ്ഞിട്ട് പല പ്രാവശ്യം ഓടി ജയിച്ചു പിന്നെ അങ്ങേറ്റം വരെ. ഇതുപോലെ നമ്മൾ ഈ ബിരുദ് പ്രാപിക്കാൻ, അതുകൊണ്ട് ഇത് പ്രാപിക്കാനായിട്ട് നിങ്ങളും ഓടുവീൻ എന്നാ പൗലോസ്ലീഹ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്കും ഈ ബിരുദ് പ്രാപിക്കാൻ നിങ്ങളും ഓടണം. അപ്പം നമുക്ക് പരിശുദ്ധന്മാരെന്ന് പറഞ്ഞാൽ ഈ ബിരുദ് പ്രാപിക്കാൻ ഓടി, അല്ലെങ്കിൽ പ്രൈസ് വാങ്ങിക്കാനായിട്ട് ഓടി പ്രൈസ് കിട്ടിയവരാ. നമുക്കും ഓടണം, നമ്മളും ഓടണം. അതാണ് പരിശുദ്ധന്മാർ നമുക്ക് നൽകുന്ന വലിയ സന്ദേശം. പരിശുദ്ധന്മാരുടെ ഓർമ്മ നമ്മൾ നടത്തുമ്പോഴോ, പരിമല തിരുമേനിയുടെ കവറിങ്ങിൽ പോകുമ്പോഴോ, അല്ലെങ്കിൽ പാമ്പാടി തിരുമേനിയുടോ, അല്ലെങ്കിൽ ദീവന്നാശ്വസ തിരുമേനിയുടോ ഒക്കെ കവറിങ്ങിൽ പോകുമ്പോൾ നമുക്ക് പരിശുദ്ധൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയാം. അത് ആവശ്യമാണെങ്കിൽ നമുക്ക് വേണ്ടി മധ്യസ്ഥ പ്രാപിക്കും. അതേ സമയത്ത് എൻ്റെ പിതാവേ, അവിടുത്തെ പോലെ പരിശുദ്ധിയുടെ ഓട്ടം തികച്ച് പരിശുദ്ധിയുടെ കിരീടം നേടാൻ ഞങ്ങൾക്കും അർഹത തരണമേ, അതിന് ഞങ്ങളെ ഒരുക്കണമേ എന്നുള്ള പ്രാർത്ഥന. ആ പ്രാർത്ഥനയാണ് പരിശുദ്ധന്മാരുടെ പെരുന്നാളിൽ പ്രത്യേകം നമുക്ക് സമർപ്പിക്കാനുള്ളത്. എന്നാൽ അതേ സമയത്ത് തന്നെ രണ്ടാമതൊരു കാര്യം കൂടെ ഉണ്ട്. പരിശുദ്ധന്മാർ നമ്മളെ ഓർപ്പിക്കുന്നത് എന്താണ്? ഞാൻ മുമ്പേ പറഞ്ഞു, വിശുദ്ധിയുടെ മാർഗത്തിൽ നമുക്ക് ലഭിച്ചതായ മോറോൻ അഭിഷേകം കൊണ്ട് നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമായ ശരീരം ഉൾക്കൊള്ളുന്നവരാണ്. ഈ ശരീരം എന്ത് ചെയ്യണമെന്നാണ് അവിടെ 20-ാമത്തെ വാക്യത്തിൽ, 1-ാമത്തെ കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ പറയുന്നത്, ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി വരുന്ന, ഗ്ലോറിഫൈ ഗോഡ് ത്രൂ യുവർ ബോഡി. ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം എന്നാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? whoever sees my thinking or my works or my words,
they may think or they may glorify God because of my words and my deeds. അപ്പോൾ നമ്മുടെ വാക്കുകൊണ്ടും നമ്മുടെ പ്രവൃത്തി കൊണ്ടും ദൈവത്തെ മഹത്വപ്പെടുത്തത്തക്ക രീതിയിലുള്ള എന്ന് പറഞ്ഞാൽ എന്താ? നന്മയുടെ വാക്കുകൾ, നന്മയുടെ പ്രവൃത്തികൾ. നന്മയുടെ വാക്കുകളും നന്മയുടെ പ്രവൃത്തികളും നമ്മിൽ നിന്നുണ്ടാകുമ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. അതാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ പറയുന്നത്, നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ അവർ കണ്ടിട്ട് സ്വർഗസ്ഥനായ പിതാവിന് മഹത്വം വരേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ എന്ന്. വെളിച്ചം എന്ന് പറയുന്നത് അവിടെ നല്ല പ്രവൃത്തികളാണ്. അപ്പം നമ്മുടെ നല്ല പ്രവൃത്തി കാണുമ്പോൾ ക്രിസ്ത്യാനിയാണ്, അവനെ നല്ല പ്രവൃത്തി കണ്ടു കഴിയുമ്പോൾ അവനെ ദൈവത്തെ മഹത്വപ്പെടുത്താനായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ഒരു കഥ കേട്ടിട്ടുണ്ടായിരിക്കും. പണ്ട് ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഓറഞ്ച് വിറ്റുകൊണ്ട് നടന്നതായ ഒരു പയ്യൻ, അവൻ ഓറഞ്ച് വിറ്റേക്ക് റെയിൽവേ അല്ലെങ്കിൽ ട്രെയിനും കൊണ്ട് നിർത്തുമ്പം അവൻ ഈ ഡോറിൻ്റെ ഒക്കെ അവിടെ ചെന്നിട്ട് ആരെങ്കിലും ഓറഞ്ച് വേണേൽ കൊടുക്കും, തെറ്റും. അപ്പോൾ ഓറഞ്ച് വെക്കുന്ന ഒരു മനുഷ്യൻ വന്ന് ട്രെയിനിലോട്ട് കയറാൻ വന്നപ്പോൾ ഇവൻ്റെ ഓറഞ്ച് മുഴുവനോടെ ആരോ തട്ടി താഴെ വീണു. ഈ ഒരു കൊട്ട ഓറഞ്ച് ഈ പറയുന്ന എല്ലായിടത്തും. ഈ വണ്ടിയെ കയറാൻ വന്ന മനുഷ്യൻ ആ വണ്ടിയെ കയറാതെ അവൻ ഇവനെ സഹായിച്ച് വണ്ടി പോയെങ്കിലും ഈ കൊട്ടയ്ക്കകത്ത് ഈ ഓറഞ്ച് മുഴുവൻ ഓരോന്ന് പെറുക്കിയിട്ട് കൊടുക്കുകയാണ് പയ്യന്. അവനെ ജീവിക്കാനുള്ള മാർഗത്തിനാണ് അവൻ കൊണ്ടുവന്നത്. 10 ഓറഞ്ച് വിറ്റാൽ അവന് ഒരു ചായ കുടിക്കാനുള്ളത് കിട്ടുമായിരിക്കും, അതിന് വേണ്ടിയിട്ടാണ് കൊണ്ടു. അപ്പോൾ അവൻ ഇതെല്ലാം വായി കിട്ടുന്നപ്പോഴാണ് അവൻ അറിയൂ ജീസസ് ക്രൈസ്റ്റ് എന്ന് ചോദിച്ചത്. നിങ്ങളാണോ യേശു ക്രിസ്തു എന്നുള്ളവർ കേട്ടിട്ടുണ്ട്. ഈ കഥ പറയുന്നതായിരിക്കാം, അല്ലെങ്കിൽ സംഭവിച്ചതായിരിക്കാം, എന്താണെന്ന് കുഴപ്പമില്ല. സോ നമ്മൾ ക്രിസ്ത്യാനികളെന്നുള്ള രീതിയിൽ നമ്മുടെ നല്ല പ്രവൃത്തികൾ കാണുമ്പോൾ മറ്റുള്ളവർ ആർ യു എ സെയിൻറ്റ് ഓർ ഈസ് എ സെയിൻറ്റ്, ഈസ് എ സെയിൻറ്റ് എന്ന് നമ്മളെക്കുറിച്ച് പറയാൻ സാധിക്കണം. അങ്ങനെയുള്ളതായിരിക്കുന്നല്ലാതെ അവനൊരു സെയിൻ്റാണ്, ഒരു സെയിൻറ്റ്ലി മാനാണ് എന്ന് പറയാൻ നമ്മളെക്കുറിച്ച് സാധിക്കുന്നത് എന്താണ്? നമ്മുടെ ഈ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തും. ശരീരം കൊണ്ട് നല്ല പ്രവൃത്തി ചെയ്യണം. മറ്റുള്ളവർക്ക് നമുക്ക് നന്മ പ്രവൃത്തികൾ ചെയ്യാൻ, കരയുന്നവർ, ദുഃഖിക്കുന്നവർ, പ്രയാസപ്പെടുന്നവർ, അങ്ങനെയുള്ളവരെ സഹായിക്കുവാൻ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആരോഗ്യമുണ്ട്, അറിവുണ്ട്, പണമുണ്ട്, അങ്ങനെ പലതും ദൈവം നമുക്ക് ടാലൻ്റായിട്ട് തന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാം നമുക്ക് തന്നിട്ടുള്ളതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. നമ്മൾ ജനിച്ചപ്പോൾ ഇതൊന്നും നമ്മൾ കൊണ്ടുവന്നതല്ല, ഇതെല്ലാം ദൈവം ദാനമായി തന്നതാണ്. അത് മറ്റുള്ളവർക്ക് ദാനമായി നൽകുമ്പോൾ നമ്മുടെ പ്രവർത്തികൾ ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുന്നതാണ്. ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുന്ന ആ പ്രവർത്തനങ്ങൾ നമ്മളുണ്ടാവും. അവിടെയാണ് നമ്മുടെ സെയിൻറ്റ്ലിനെസ് എന്ന് പറയുന്നത്, നമ്മുടെ വിശുദ്ധിയുടെ അടയാളമെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നല്ല പ്രവൃത്തികളെ കണ്ടിട്ട് ദൈവം മഹത്വപ്പെടുത്തുന്ന ആ ഒരു സെയിൻറ്റ്ലിനെസ്സിലേക്ക് വളരണം. ഞാൻ 2 കാര്യമാണ് പറഞ്ഞത്. ഒന്ന്, നമ്മൾ മൂറോനഭിഷേകം പ്രാപിച്ച് വിശുദ്ധ മാമോദീസായിൽ കൂടി ലഭിച്ചിരിക്കുന്ന പരിശുദ്ധി കാത്തു സൂക്ഷിക്കണം. ആ കാത്തു സൂക്ഷിക്കാനായിട്ട് നമ്മൾ വീണ്ടും വീണ്ടും അതിന് ദോഷങ്ങളുണ്ടായാൽ പരിശുദ്ധിക്ക് വേണ്ടിയിട്ട് വിശുദ്ധ കുമ്പസാരം നടത്തി വിശുദ്ധ കുർബാന അനുഭവിച്ചുകൊണ്ട് വിശുദ്ധിയെ തികച്ചുകൊണ്ട് നിൽക്കുക, വിശുദ്ധിയെ വീണ്ടും വീണ്ടും പുതുക്കിക്കൊണ്ട് നിർത്തുക. അതാണ് നമുക്ക് ആവശ്യമാണ്. രണ്ടാമത്, പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണ് നമ്മുടെ ശരീരം എന്നുള്ളത് കൊണ്ട് ഈ മന്ദിരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യണം. അതാണ് പരിശുദ്ധന്മാർ ചെയ്തത്. അതുകൊണ്ടാണ് അവർ പരിശുദ്ധന്മാരായി തീർന്നത്. നമുക്കറിയാം, കൈസരയിലെ വിശുദ്ധ ബസേലിയോസിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അദ്ദേഹം ആണ് ക്രിസ്തീയ സഭയിൽ ആദ്യമായി സമൂഹ സന്യാസ പ്രസ്ഥാനം തുടങ്ങി. അതായത് സന്യാസികളെല്ലാം കൂടെ ഒരുമിച്ച് താമസിക്കുകയും ഒരുമിച്ച് ഭക്ഷിക്കുകയും ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും
ചെയ്യുന്ന ഒരു സന്യാസ സമൂഹം ഉണ്ടാക്കിയത് ആദ്യമായിട്ട് സെൻറ്റ് ബേസിൽ, കൈസറിയിലെ വിശുദ്ധ ബേസിലോസ്. അദ്ദേഹം സന്യാസിമാരെ പഠിപ്പിച്ചൊരു വലിയ ഉപദേശമുണ്ട്. എന്താണ്? സന്യാസി പ്രാർത്ഥിക്കണം, മുഴുവൻ സമയം, പ്രാർത്ഥനാ സമയങ്ങൾ മുഴുവൻ ഉണ്ടാവണം. എന്നാൽ പ്രാർത്ഥന കഴിഞ്ഞാൽ പിന്നീട് അവൻ ചെയ്യേണ്ടത് പ്രവർത്തനമാണ്. പ്രാർത്ഥനയും പ്രവർത്തനവും. ലാറ്റിൻ ഭാഷയിൽ അതിന് ഓറ എറ്റ് ലബോറ എന്ന് പറയും. ഓറ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന, ലബോറ എന്ന് പറഞ്ഞാൽ വർക്ക്. അപ്പോൾ പ്രാർത്ഥിക്കുക, ജോലി ചെയ്യുക. ആ ജോലി ചെയ്യുന്നതിന് അവർക്ക് ഒത്തിരി സ്ഥലങ്ങളുണ്ട്. ഈ മൊണാസ്ട്രിക്ക് ഒത്തിരി സ്ഥലങ്ങളുണ്ട്. അവിടെയെല്ലാം അവർക്ക് ആവശ്യമുള്ളതായ പച്ചക്കറികളും മറ്റുമൊക്കെ അവർ നട്ടുണ്ടാക്കും. അല്ലെ പിന്നെ ഗോതമ്പോ അരിയോ അതൊക്കെ ഉണ്ടാക്കും. അപ്പോൾ അതോടുകൂടെ അത് വലിയ നിഷ്ഠയായിരുന്നു. എല്ലാ ദിവസവും ഒരു സമയം സന്യാസിമാർ അവരെ ട്രെയിൻ വെച്ചാണ് കുറേ പേര് അടുത്തുള്ള ഗ്രാമത്തിൽ, ജനങ്ങൾ ഒരുമിച്ച് താമസിക്കുന്ന ഗ്രാമങ്ങളുണ്ട് അടുത്ത്, ആ ഗ്രാമത്തിൽ പോയി ആ ഗ്രാമത്തിലുള്ള ആളുകളുടെ പറമ്പിൽ, അവരുടെ കൃഷിസ്ഥലത്ത് സൗജന്യമായി കൃഷി ചെയ്തു കൊടുക്കും. അതാണ് അദ്ദേഹം തൻ്റെ സന്യാസിമാരെ പഠിപ്പിച്ചത്. അതുകൊണ്ട് അവരെല്ലാം ഒരു സമയം, ദിവസവും ഒരു സമയം, അത് ഓരോരുത്തരും മാറി മാറി ഓരോ സ്ഥലത്ത് ചെന്ന് ഓരോരോ കൃഷികൾ ചെയ്തു കൊടുക്കും. അവരവിടെ കൃഷി ചെയ്തു കൊടുക്കുകയുള്ളൂ. അവരതിൻ്റെ ഫലവും വാങ്ങിക്കത്തില്ല, കൂലിയും വാങ്ങിക്കുകയില്ല. അവർ സൗജന്യമായിട്ട് കൃഷി ചെയ്ത് കൊടുത്തിട്ട് അവർ തിരിച്ചു പോരും, വിത്തുകളോ മറ്റുള്ളതോ ഒക്കെ ഇട്ടിട്ട്. അതായിരുന്നു സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെ ആദ്യ പടി സന്യാസികളെ പഠിപ്പിച്ചത്. അവ എന്താണ്? അതൊരു വിശുദ്ധിയുടെ മാർഗമാണ്. മറ്റുള്ളവരുടെ നന്മ എൻ്റെ ലക്ഷ്യമായി, മറ്റുള്ളവരുടെ ഉയർച്ച എൻ്റെ ലക്ഷ്യമായി കണക്കാക്കിക്കൊണ്ട് പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതാണ്. അങ്ങനെയുള്ള പരിശുദ്ധ ജീവിതമാണ് പരിശുദ്ധന്മാരെ നയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് പരിശുദ്ധന്മാരുടെ ഓർമ്മ പെരുന്നാൾ നാം ആചരിക്കുമ്പോൾ അത് ഓർക്കണം. ഹോളീസ് ഇന്നസെൻസ് എന്ന് പറയുന്നത് അവർ ആ ദൈവത്തെക്കുറിച്ച് അല്ലെങ്കിൽ ക്രിസ്തുവിനെ അറിഞ്ഞ് സാക്ഷ്യപ്പെടുത്തിയവരല്ല. അതേസമയത്ത് ക്രിസ്തുവിൻ്റെ നാമത്തിൽ രക്തസാക്ഷികളാകേണ്ടി വന്നവരാണ്. അതുകൊണ്ടാണ് അവരെ നമ്മൾ പരിശുദ്ധന്മാരെന്ന് പറയുന്നത്. ക്രിസ്തുവിൻ്റെ നാമത്തിൽ അറിഞ്ഞ് രക്തസാക്ഷികളായവർ, സ്തേപ്പാനോസ് സഹദാ മുതൽ ഇങ്ങോട്ട് അനേകരെ നമ്മൾ, അല്ലെങ്കിൽ മുന്നോട്ട് ഇന്ന് വരെയുള്ളവർ നമുക്കുണ്ട്. ഇവർ അറിയാതെ തന്നെ അതേ സമയത്ത് ക്രിസ്തുവിൻ്റെ നാമത്തിൽ, ക്രിസ്തുവിന് വേണ്ടി, ക്രിസ്തുവിനെ പരിശുദ്ധാത്മാവിൻ്റെ സന്ദേശം കിട്ടി യൗസേപ്പും കന്യാമറിയാമും കൂടെ ഈജിപ്തിലേക്ക് കൊണ്ടുപോയത് കൊണ്ട് ക്രിസ്തുവിനെ അവർക്ക് കൊല്ലാൻ പറ്റിയില്ല, യേശുവിനെ കൊല്ലാൻ പറ്റിയില്ല. ആ യേശുവിന് പകരമായിട്ട് ഇവരെല്ലാം കൊല്ലപ്പെട്ടു എന്നുള്ളത് കൊണ്ടാണ് അവരെ വിശുദ്ധ സഹോദരന്മാരെന്ന് വിളിക്കുന്നത്. അല്ലാതെയുള്ള പരിശുദ്ധന്മാരും സഭയുടെ നിർമ്മാണത്തിൽ, സഭയുടെ ബിൽഡിംഗ് അപ്പിൽ സഭയുടെ അടിസ്ഥാനമാണ്. അവരാണ്. നമ്മുടെ പരിശുദ്ധനായ പൗലോസ്ലീഹ പറയുന്നില്ലേ, എഫേസ്യ ലേഖനം 2-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിൽ പറയുന്നത് എന്താ? നിങ്ങൾ യേശുക്രിസ്തു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിയപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നമ്മളുമെല്ലാം ഈ അടിസ്ഥാനത്തിലാണ് പണിയപ്പെടുന്നത്. ക്രിസ്തുവാണ് മൂലക്കല്ല്, പിന്നെ അപ്പോസ്തലന്മാരെല്ലാം അടിസ്ഥാനക്കല്ലുകളാണ്, പിന്നെ നമ്മൾ ഓരോരുത്തരും ഓരോരോ കല്ലുകളാണ്. അതായത് 1-ാമത്തെ പത്രോസിൻ്റെ ലേഖനം 2-ാം അധ്യായത്തിൽ പറയുന്നത്, ജീവനുള്ള കല്ലായ അവൻ്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയകരമായി ആത്മീയ യാഗം കഴിപ്പാൻ തക്ക പുരോഹിതവർഗമായിട്ട് പണിയപ്പെടുന്നു എന്നാണ്. സോ വി ആർ എവറി ഹ്യൂമൻ ബീയിങ് ഹു ആർ ബാപ്റ്റൈസ്ഡ് ആൻഡ് ആഡഡ് ടു ദ ചർച്ച്, they become a stone in the building of the temple of God. ദൈവാലയത്തിൻ്റെ ഒരു സ്റ്റോണാണ്. അതുകൊണ്ടാണ് ദേവാലയത്തിൻ്റെ ഒരു സ്റ്റോണായിരിക്കുന്നു സഭയാവുന്ന ദൈവാലയത്തിൻ്റെ ഒരു സ്റ്റോണാണ് നമ്മളെന്നുള്ളത് കൊണ്ടാണ് നമുക്ക് ആ പരിശുദ്ധി ഉള്ളത്. സഭയിൽ നമ്മൾ നിൽക്കുന്നു എന്നുള്ളതാണ് സഭയെ നമ്മുടെ വിശ്വാസപ്രമാണത്തിൽ വന്നത്. ഏകവും വിശുദ്ധവും കാതോലികവും അപ്പോസ്തോലികവുമായ സഭ. അപ്പം ഏകമാണ്, വിശുദ്ധമാണ് സഭ. സഭ വിശുദ്ധമായതുകൊണ്ടാണ് അതിൽ ഓരോ കല്ലുകളായി നമ്മൾ വന്നിരിക്കുന്നതുകൊണ്ട് നമ്മളൊക്കെ വിശുദ്ധി ആ സഭയിൽ നിന്ന് നേടുകയാണ്. സഭയിൽ നിന്നാണ് നമുക്ക് വിശുദ്ധി കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ വിശുദ്ധന്മാരായിരിക്കും നമുക്ക് ആ കല്ലുകൾ നമ്മുടായി പണിയപ്പെട്ട കല്ലിന് പൂപ്പലും പായലും ഒന്നും വീഴാതെ
നന്നായിട്ട് കാത്തു സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. പരിശുദ്ധന്മാരുടെ പെരുന്നാളിൽ നമുക്കത് ഓർക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. എൻ്റെ വാക്കുകളെ ചുരുക്കുക.